എബ്രായ ലേഖനം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ച് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ഒരു കാലത്ത് ഭയങ്കര കൃപ അനുഭവിച്ചവരാ, പക്ഷെ എന്തോ ചെയ്തു? പിന്മാറിപ്പോയി. അപ്പൊ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ദൂത് ഇച്ചിരൂടെ ഗഹനമായിട്ട് പറയാം. ഈ എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, നമ്മൾ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച കൂട്ടത്തിലാ. പക്ഷെ ഇപ്പം നമ്മൾ എവിടേക്കാ പിന്മാറിയേക്കുന്നേ? നാശത്തിലേക്ക്. ഇനി 40-ാം സങ്കീർത്തനം കാണാൻ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എവിടെ നിർത്തി? ഒരു പാറമേൽ. അപ്പൊ നാശകരമായ അവസ്ഥയിൽ നിന്നെ കൊണ്ടുവന്ന് ഒരു പാറയുടെ മുകളിൽ നിർത്തിയിട്ടും ഇപ്പം നിന്നെ പിശാച് എവിടോട്ട് കൊണ്ടുപോയി? അതേ നാശത്തിലേക്ക് കൊണ്ടുപോയി. എപ്പോഴും ഓർക്കണം, പിടിച്ച കാറ്റിൽ തിരിച്ചു കൊണ്ട് കെട്ടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവ് പറയുക, ആ ശ്രമങ്ങളെ തമ്പുരാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ. ചില വിട്ടിട്ടും വിടാത്ത പാരമ്പര്യം, തിരിച്ചു നിന്നെ കൊണ്ടുപോകാൻ നോക്കുന്ന പറവോന്യ ശക്തികൾ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, തമ്പുരാൻ അതിനെ മുറിച്ചു മാറ്റിയിട്ട് വലിയ കൃപ നീ അനുഭവിക്കാൻ പോവുക. നിന്നോട് പോരാടിയ പല ശക്തികളും ഇന്ന് പകൽ നിന്നെ വലിച്ചകറ്റുന്ന സ്പിരിറ്റ്, അത് മന്ത്രവാദമാകട്ടെ, ആഭിചാരമാകട്ടെ, യെസ്, ഞാനൊരു വെളിപ്പാടൂടെ പറയാം. നിന്റെ കുടുംബത്തിൽ ഇതുവരെ നടക്കാത്ത സംഭവങ്ങൾ ദൈവം ചെയ്യാൻ പോവുക. ഇതുവരെ നടക്കാത്ത വിടുതലുകൾ കർത്താവ് കൽപ്പിക്കാൻ പോവുക. അതുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുക്കണം. എനിക്ക് ദൈവം ബോധ്യം തരിക, ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം ചെയ്യാൻ പോവുക. വിശ്വാസ കണ്ണാൽ പറഞ്ഞാട്ട്, നിനക്ക് ഇങ്ങനെയുള്ളൊരു ഭാവി അല്ല, നിനക്കൊരുക്കിയേക്കുന്ന ശ്രേഷ്ഠമായ ഭാവി, അവിടേക്ക് നടന്ന് കയറുവാൻ നിനക്ക് പുതിയ അഭിഷേകം. അപ്പം ഇത്രയും കാര്യം പറഞ്ഞോളൂ. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അടുത്തിരിക്കുന്ന കൈ കൊടുത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറ. കുറച്ചുകൂടെ മടങ്ങി വരണം, മാറ്റങ്ങളൊക്കെ വരുത്തണം, സ്ഥിതികൾ മാറ്റണം, ദൈവത്തിലേക്ക് മടങ്ങി വരണം. മടങ്ങി വന്നാൽ ദൈവം എന്താ ചെയ്യുന്ന 5 കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യമേലും ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ്, അവൻ നിന്റെ മുറിവുകളെ എന്ത് ചെയ്യും? കെട്ടും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരിക്കലും ഉണങ്ങാതെ നിന്റെ ജീവിതത്തിൽ വന്നു കയറിയ മുറിവുകളെ കെട്ടുന്ന ഒരു നല്ല ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഏറ്റവും വലിയൊരു കാര്യമാണ് ആന്തരിക സൗഖ്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലർക്ക് ഒന്ന് ചിരിക്കാൻ വയ്യാതെ, സന്തോഷിക്കാൻ വയ്യാതെ വിഷമിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നും അങ്ങ് വിഷമമാണ്, എല്ലാ ദിവസവും സങ്കടമാണ്. KFC കഴിക്കുന്നുണ്ട്, പക്ഷേ സങ്കടത്തോടാണ് കഴിക്കുന്നത്, മിണ്ടുന്നില്ല. രാവിലെ അപ്പവും സ്റ്റൂവും കഴിക്കുന്നുണ്ട്, പക്ഷേ സങ്കടമാണ്. ഹൃദയത്തിനേറ്റ മുറിവ് കർത്താവ് ഉണക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, പണ്ട് പുരാതന കാലം മുതൽ വർഷങ്ങൾക്ക് പുറകിൽ നിന്റെ ഹൃദയത്തിനേറ്റ ആഴമേറിയ ചില വാക്കുകളുടെ മുറിവ് ഉണങ്ങാതെ കിടപ്പുണ്ട്. ഗിലെയാദിലെ സുഗന്ധ തൈലവുമായി, യെസ്, മുറിവ് ഉണക്കുന്ന കർത്താവ്. ഒരിക്കലും ഉണങ്ങാത്ത മുറിവ്, ഒരിക്കലും യെസ്, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നല്ല ശമരിയാക്കാരൻ ഇവിടെ ഉണ്ട്. അവന്റെ കയ്യിൽ എണ്ണയും വീഞ്ഞുമുണ്ട്. നിന്റെ മുറിവിനെ ഉണക്കുന്ന എണ്ണ, യേശുവിന്റെ നാമത്തിൽ. ആഴത്തിലേറ്റ മുറിവ്, പ്രാർത്ഥിക്കാൻ കഴിയാതെ, പാടാൻ കഴിയാതെ നിന്റെ അകത്ത് വന്നിരിക്കുന്ന മുറിവ്, സാഹചര്യ, യെസ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ. നമ്മൾ ഒരു മനുഷ്യൻ്റെ കഥ കർത്താവ് ബൈബിളിൽ പഠിപ്പിച്ച ഭാഗത്ത് കിടപ്പുണ്ട്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ലൂക്കോസ് 10-ാം അധ്യായം 30-ാം വാക്യം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവരവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനെ വിട്ടേച്ചു പോയി. ഞാനൊരു കാര്യം പറയാം, നിന്നെ മുറിക്കാൻ ഒത്തിരി പേരുണ്ട്. നിന്റെ നന്മയല്ല അപഹരിക്കാൻ ഒത്തിരി പേരുണ്ട്. നിന്നെ ഒന്നുമില്ലാത്തവരായി പുറംപറമ്പിൽ തള്ളാൻ ഒത്തിരി പേരുണ്ട്. പക്ഷെ നിന്റെ മുറിവിൽ എണ്ണ പകരാൻ ഒരാളേ ഉള്ളൂ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വാങ്ങിത്തരാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ലോകം തള്ളിക്കളഞ്ഞ ചിലരെ തേടി ആ നല്ല ശമരിയാക്കാരൻ നിന്റെ വീടിൻ്റെ അതിലെ കൂടെ, നീ അകപ്പെട്ട് കിടക്കുന്ന വഴിയിലൂടെ അവൻ വരുന്നുണ്ട്.
തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. എനിക്ക് ദൈവാത്മാവ് ബോധ്യം തരുന്ന ഒരു വെളിപ്പാടോടെ നിന്നോട് പറയാം. നല്ല ശമരിയാക്കാരൻ്റെ പ്രത്യേകത, നീ അങ്ങോട്ട് ചെല്ലണ്ട, നീ കിടക്കുന്നിടത്ത് നിന്നെ തേടി വരും. ഹല്ലേലൂയ. എനിക്ക് ദൈവം ബോധ്യം തരിക, നിന്റെ മുറിവുകളിൽ എണ്ണയുടെ പകർച്ച, നിന്റെ മുറിവുകളിൽ വീഞ്ഞിന്റെ പകർച്ച. മുറിക്കപ്പെട്ട ഹൃദയത്തോടെ, മുറിക്കപ്പെട്ട മനസ്സോടെ നീ നടക്കണ്ട. നിന്റെ ഹൃദയത്തിൽ എണ്ണയും വീഞ്ഞും പകർന്ന്. ഞാൻ കണ്ടിട്ടുണ്ട് മുറിക്കപ്പെട്ട ഒത്തിരി ഹൃദയങ്ങൾ. ഒരിക്കൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു 10, 70, 65 വയസ്സുള്ള ഒരു ആൻറ്റി കടന്നു വന്ന് വാവിട്ട് കരയും. ഞാൻ ചോദിച്ചു, എന്നാ ആൻറ്റി? എനിക്കറിയത്തില്ല ബ്രദറെ, വാവിട്ട് കരയുവാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നീ മനുഷ്യന് നികട്ട ഒരു വാക്ക് നിന്റെ ലൈഫിനെ തകർത്തേക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സ്തോത്രം, ഞാനും ഞങ്ങളുടെ നാട്ടുകാരി ഒരു പുള്ളിക്കാരത്തിയെ കൂടെ കൊണ്ടുവന്ന് അപ്പുറത്തെ ഇപ്പുറത്തെ സ്ഥലം വാങ്ങിച്ച ഒരു മതിലിൻ്റെ അകലത്തിൽ ഞങ്ങൾ താമസിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ തമ്മിൽ പിണങ്ങേണ്ടതായിട്ട് വന്നു. ഞാൻ എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നിന്റെ മോളെ കൊണ്ട് ഒരു കാലത്തും നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ ഒരു വാക്കേ ഉള്ളൂ. പക്ഷെ 34 വയസ്സായിട്ടും ആ പെങ്കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവൾ നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നയാളാണ്. പക്ഷേ അവിടെ ഒരു നന്മ ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പാസ്റ്ററെ, ഇന്നത്തെ പ്രയർ, ഞാൻ അതുമായി ബന്ധപ്പെട്ട പ്രസംഗം അല്ല പ്രസംഗിച്ചത്, പക്ഷേ വചനം അവിടെ ഹൃദയത്തെ തലോടി. ഞാൻ നിങ്ങളോട് പറയാം, ആര് പ്രസംഗിച്ചാലും എന്തു പ്രസംഗിച്ചാലും അത് യേശുവിൻ്റെ വചനമാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. ചുരുക്കി പറയാം, ജീസസ് 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ കാണാൻ വന്നത് മോടെ കല്യാണക്കുറിയുമായിട്ടാണ്. അവരെന്നോട് പറഞ്ഞു, ഇവിടെ ഇറങ്ങിപ്പോയപ്പം നീണ്ട വർഷങ്ങളായി എൻ്റെ നെഞ്ച തുരുട്ടി വെച്ചൊരു കല്ല് തിരിച്ചുരുട്ടി മാറ്റിയ പോലെ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ നിന്നോട് പറയാം, നിന്നെ മുറിക്കുന്നതൊരു വാക്കാണെങ്കിൽ, നിന്നെ മുറിക്കുന്നതൊരു പ്രവൃത്തിയാണെങ്കിൽ, ആ മുറിവിനെ ഉണക്കാൻ കഴിവുള്ള ഒരു എണ്ണയുമായിട്ട് ആ ഗിലെയാദിലെ സുഗന്ധ തൈലം. വായിച്ച, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു. വസ്ത്രം ഏതാണ്? നാം ധരിക്കുന്ന വസ്ത്രം ബൈബിളിലുണ്ട്, സ്തുതി എന്ന മേലാട്. എപ്പോഴും ഓർക്കണം, ഒരു ദൈവവൈദ്യന്റെ അധരത്തിൽ നിന്ന് സ്തുതി പോയാൽ ഓർത്തോണം, നിന്നെ മുറിക്കാൻ ആരോ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ സ്തുതി നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് പറഞ്ഞ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. ദൈവമക്കളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 1 രൂപയ്ക്ക് 5 കല്ലുമുട്ടായി കിട്ടുന്ന മുട്ടായി കഴിച്ച നമ്മൾ ഇന്ന് 10 രൂപയുടെ 20 രൂപയുടെ 5 സ്റ്റാറും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ദൈവത്തിന് സ്തോത്രം. 3 രൂപയ്ക്ക് ചോറ് വാങ്ങിച്ച് ഉച്ചഭക്ഷണം കഴിച്ച നമ്മൾ ഇന്ന് 3000 രൂപയുടെ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്. സ്തോത്രം. 100 രൂപയുടെ ഉടുപ്പിട്ട നമ്മളിന്ന് 6000 രൂപയുടെ ഉടുപ്പിടുന്നുണ്ട്. പക്ഷേ അതല്ല ചോദ്യം. ദൈവത്തിന് സ്തോത്രം. നിന്റെ സ്ഥിതി മാറിയോ എന്നല്ല ചോദ്യം, നിന്റെ അതരത്തിൽ നിന്ന് സ്തുതി പോയോ എന്നാ ചോദ്യം. ഹല്ലേലൂയ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ബാക്കി പറയാം. രക്ഷയുടെ പാനപാത്രം എടുത്ത് നിന്റെ സ്തുതി എന്ന മേലാട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുകയാണ്. നിന്റെ വസ്ത്രം അഴിക്കുക എന്ന് പറഞ്ഞാൽ, നിന്നെ മുറിവേൽപ്പിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ സ്തുതി എന്ന മേലാട്. അതരത്തിൽ നിന്ന് സ്തുതി മാറാതിരിക്കട്ടെ. ഫ്ലൈറ്റിൽ കയറിയാലും സ്തുതിക്കണം, വീട്ടിലിരുന്നാലും സ്തുതിക്കണം, വഴി നടന്നാലും സ്തുതിക്കണം, പൊതുസ്ഥലത്ത് കണ്ടാലും സ്തുതിക്കണം. കാരണം എന്താ? അവൻ സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവർ അവന്റെ വസ്ത്രം അഴിച്ചു, പിന്നെ അവനെ എന്ത് ചെയ്തു? മുറിവേൽപ്പിച്ചു. അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. നിന്റെ കഴിവുകളെല്ലാം അവർ ഊറ്റിയെടുത്തേച്ച് കറിവേപ്പല പോലെ തന്നെ പുറത്തു തള്ളി. എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത അറിയാമോ? ആർക്കും വേണ്ടാന്ന് ലോകം വിധി എഴുതിയാലും ദൈവത്തിന് വേണം. ദൈവത്തിന് വേണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന് വേണം. ദൈവത്തിന് നിന്നെ വേണം. ദൈവത്തിന് നിന്റെ തലമുറയെ വേണം. എത്ര പേര് അതിന് ആമീൻ പറയും?